നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ ഹണി ഭാസ്കറിനെതിരെയും അതുപോലെ തന്നെ ഷഹനാസിനെതിരെയും റിനി ആൻഡ് ജോർജിനെതിരെയും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൽ ഹണി ഭാസ്കറിനെതിരെയും അതുപോലെ തന്നെ ഷഹനാസിനെതിരെയും രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ ഹണി ഭാസ്കർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് രാഹുലിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ഹണി ഭാസ്കർ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, തന്നോട് സംസാരിച്ചിരിക്കുമ്പോൾ എവിടെയോ ഒരു കോഴിക്കാട്ടം മണക്കുന്നു എന്നായിരുന്നു ഹണി ഭാസ്കർ പറഞ്ഞത്. തനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളുമായി താൻ സംസാരിച്ച സംഭാഷണം ചാറ്റുകൾ നോക്കണം എന്ന് പറയാൻ മാത്രമേ തനിക്കിപ്പോൾ സാധിക്കുകയുള്ളൂ. ഹണി തനിക്കെതിരെ ഉന്നയിച്ചത് പരാതിയല്ല, മറിച്ച് നാട്ടിൻപുറത്തിരുന്ന് കൊതിയും നുണയും പറയുന്നത് പോലെയുള്ള ഒരു സംസാരമാണ്. അതായത് അത്തരത്തിൽ തെറ്റിദ്ധാരണപരമായിട്ടുള്ള ചില സംസാരമാണ് ഹണി ഭാസ്കർ തനിക്കെതിരെ അല്ലെങ്കിൽ ഹണിയുടെ ഭാഗത്ത് നിന്ന് തനിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. മുഖ്യധാര മാധ്യമങ്ങൾ ഹണിയുടെ ആരോപണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയത്. നമ്മുടെ നാട്ടിൻപുറത്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ കൊതിനുണയും പറച്ചിൽ, അങ്ങനെയാണ് ഹണി ഭാസ്കറിന്റെ ആരോപണത്തെ താൻ കാണുന്നത്. ഹണിയോട് താൻ അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇൻബോക്സിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. താൻ അങ്ങോട്ട് പോയി സംസാരിച്ച തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ തന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചവർ ചെയ്തതും തെറ്റാണെന്ന് സമ്മതിക്കണം എല്ലാവരും. എൻ്റെ സൗഹൃദ സദസ്സിന് ഞാൻ ആരോടെങ്കിലും സംസാരിച്ചത് പറഞ്ഞു നടക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹണി ഭാസ്കർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മാത്രമല്ല, തന്നെ ഞെട്ടിച്ച ആരോപണം, ഷഹനാസ് ഉന്നയിച്ച ആരോപണം തന്നെ വളരെയധികം ഞെട്ടിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കാരണം ഈ പരാതിക്കാരിൽ തന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത് ഷഹനാസിന്റെ പരാതിയായിരുന്നു. താൻ അത്രയും വലിയ സുഹൃത്തായി കണ്ട ഒരു വ്യക്തിയാണ് ഷഹനാസ്. ഷഹനാസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആരോപണം തനിക്കെതിരെ വന്നപ്പോൾ താൻ നടുങ്ങിപ്പോയി. ഈ പരാതിക്കാരിൽ തന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചതും ഷഹനാസിന്റെ പരാതി തന്നെയായിരുന്നു. ഈ പരാതിക്കാരെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ ഷഹനാസ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഈ പരാതിക്കാരിൽ തനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ഷഹനാസ് ആണ്. താൻ സുഹൃത്താണെന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷഹനാസ്. പക്ഷേ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിന്റെ സമയത്ത് താൻ അവരോട് മോശമായി പെരുമാറിയെന്നാണ്. ഷഹനാസ് അതിന് ചുട്ട മറുപടി നൽകിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷഹനാസ് പറഞ്ഞ മറുപടി ഞാൻ പുറം ലോകത്തേക്ക് വിടട്ടെ, താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെല്ലുവിളിയായി പോകും. എങ്കിലും ഷഹനാസ് പറഞ്ഞ മറുപടി എന്താണെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ ഫോൺ വേണമെങ്കിൽ ആർക്ക് വേണോ പരിശോധിക്കാം, എനിക്ക് അതേ പറ്റുകയുള്ളൂ തൻ്റെ കാര്യങ്ങൾ കൂടി തനിക്ക് തെളിയിക്കാൻ. തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ താൻ പിന്നെ എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? അവർ ആ സംഭാഷണം പുറത്തുവിടുകയല്ലാതെ മറ്റു മാർഗങ്ങൾ എൻ്റെ മുന്നിലില്ല. ചാറ്റ് പുറത്തുവിട്ടാൽ അത് ഭീഷണിയാകുമെങ്കിൽ ഷഹനാസ് തന്നെ അതിനുള്ള മറുപടി ആ ചാറ്റ് പുറത്തുവിടട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുകയുണ്ടായി. ഷാഫി പറമ്പിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്ന് ഷഹനാസ് പറയുന്നു. അത് ഷഹനാസും ഷാഫി പറമ്പിലും മറുപടി പറയട്ടെ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, അത് അവർ തന്നെ പറയട്ടെ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ വേണ്ടി ഷഹനാസിനെ ആശംസിച്ച വ്യക്തിയാണ് താൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായതിനു ശേഷം തനിക്ക് ആശംസകൾ അറിയിച്ച വ്യക്തിയാണ് ഷഹനാസ്. താൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ പരിപാടികൾ അടക്കം നടത്തണമെന്ന് തന്നോട് ഉപദേശിച്ച ഒരു വ്യക്തി കൂടിയാണ് ഷഹനാസ്. നമ്മുടെ ഭാരവാഹികളിൽ ഒരാളെ പറ്റി തന്നോട് ചില കാര്യങ്ങൾ തന്നോട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഷഹനാസ്. പാലക്കാട് നീ മത്സരിക്കുന്നുണ്ടോ, അതായത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിന് നോട്ടിഫിക്കേഷൻ പോലും വരുന്നതിന് മുന്നേ മത്സരിക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ച വ്യക്തിയാണ് ഷഹനാസ്. തനിക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ഷഹനാസ് ഒരിക്കൽ തന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതൊരിക്കലും തെറ്റായ ഉദ്ദേശത്തോടെയല്ല, അത്തരത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകരുത്. ഒരു സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഷഹനാസ് തന്നെ ദുബായിലേക്ക് ക്ഷണിച്ചത്. അത്രയും സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് തനിക്കെതിരെ മോശം അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ഈ രാഹുലിൽ നിന്ന് താനും മോശം അനുഭവം നേരിട്ടു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഷഹനാസ് ആരോപിക്കുന്നത് 2020 മോശമായി പെരുമാറിയെന്നാണ്. അങ്ങനെ താൻ മോശമായിട്ട് 2020 ഷഹനാസിനോട് പെരുമാറിയെങ്കിൽ എന്തിനാണ് 2024 ദുബായിലെ ഒരു ബുക്ക് പബ്ലിഷിങ്ങിന് വേണ്ടി തന്നെ ഷഹനാസ് ക്ഷണിക്കുന്നത്? മാത്രമല്ല, ഈ സംഭവങ്ങൾ, അതായത് ഓരോ പെൺകുട്ടികൾ തനിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നു, ഓഡിയോ പുറത്തു വരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തനിക്ക് എതിരെ വന്നപ്പോൾ ആ സമയത്ത് പോലും പെൺകുട്ടികൾ തനിക്ക് നേരെ വന്നപ്പോൾ പോലും കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്, കേസ് കൊടുക്കണമെന്ന് തന്നെ ഉപദേശിച്ച വ്യക്തിയാണ് ഷഹനാസ്. ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡുകളും ഒക്കെ പുറത്തു വന്നപ്പോൾ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നെ ഉപദേശിച്ച വ്യക്തി, അത്രയും സുഹൃത്തായി താൻ കണ്ട വ്യക്തിയാണ് ഷഹനാസ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് തനിക്കെതിരെ താൻ മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി രംഗത്ത് വന്നതും തന്നെ അത് വളരെയധികം നടുക്കിയതും.
എന്തായാലും വ്യക്തമായ തെളിവുകൾ തൻ്റെ പക്ഷത്തുണ്ട്. ഇത്തരത്തിൽ താൻ മോശമായി പെരുമാറിയെങ്കിൽ എന്തിനാണ് തന്നോട് ഇത്രയും കാലം സംസാരിച്ചത്? 2020 കർഷക സമരം, ആ സമര സമയത്ത് തന്നോട് മോശമായി പെരുമാറിയെന്ന് ഷഹനാസ് ആരോപിക്കുന്നു. അങ്ങനെയെങ്കിൽ 2024 ഒരു ബുക്ക് പബ്ലിഷിങ്ങിന് വിളിക്കുന്നു. ഇത്രയും മോശമായി പെരുമാറിയെങ്കിൽ എന്തുകൊണ്ട് ആ സൗഹൃദം ഇത്രയും കാലം സൂക്ഷിച്ചു? എന്തിന് ഈ പരാതിക്കാരികൾ രംഗത്ത് വന്ന സമയത്ത് പോലും നീയും പരാതി കൊടുക്കണമെന്ന് തന്നെ ഉപദേശിച്ച ഷഹനാസ് എന്തിന് ഇത്തരത്തിലൊരു പരാതി തനിക്കെതിരെ ഉന്നയിച്ചു എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. അത്രയും മോശമായി താൻ പെരുമാറിയെങ്കിലും ഈ 5 വർഷക്കാലം ഒരു സുഹൃത്തായിട്ട് ഷഹനാസ് തന്നെ കരുതിയത് എന്തിനാണെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ചോദിച്ചു. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് സഹയാത്രികയും പ്രസാധകയുമായ MA ഷഹനാസ് ഉയർത്തിയത്. രാഹുൽ തന്നോട് മോശമായി പെരുമാറിയെന്നും അന്ന് ഷാഫിയെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നുമായിരുന്നു ഷഹനാസിന്റെ ആരോപണം. കർഷക സമരത്തിന് വേണ്ടി ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചതെന്നും ഷഹനാസ് പറഞ്ഞു. അതായത് ഈ ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് സന്ദേശം അയച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരുമായി പോകാനായിരിക്കും എന്നാണ് താൻ കരുതിയത്. അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞു. പിന്നീടാണ് അയാൾക്കൊപ്പം ഒറ്റയ്ക്ക് പോകാനാണ് ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലായത്. അതിനുള്ള മറുപടി അയാൾക്ക് കൊടുത്തുവെന്നുമായിരുന്നു ഷഹനാസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് എന്നീ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വ്യക്തമായ ധാരണയുള്ള ആൾ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിലെന്നും ഷഹനാസ് പറഞ്ഞു. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കരുതെന്ന് ഷാഫിയോട് താൻ ആവശ്യപ്പെട്ടിരുന്നു. ഷാഫി നിരാകരിച്ചാൽ അതിനുള്ള തെളിവ് കാണിക്കാം. വ്യക്തിപരമായ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനോട് ഇക്കാര്യം പറഞ്ഞതെന്നും ഷഹനാസ് അന്ന് ആരോപിച്ചിരുന്നു. ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഇരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി ഇല്ലായിരുന്നുവെന്നും ഷഹനാസ് ഗുരുതരമായി ആരോപണം ഉന്നയിച്ചിരുന്നു. പുരുഷാധിപത്യം എല്ലായിടത്തും ഉണ്ടെന്നും രാഹുലിനെതിരെ ഷാഫിക്ക് പല പരാതികളും കിട്ടിയിരുന്നുവെന്നും രാഹുലിനെ സംരക്ഷിച്ചിരുന്നത് ഷാഫിയാണെന്നും ഷഹനാസ് ആരോപിച്ചിരുന്നു. മാത്രമല്ല, രാഹുലിനെതിരെ ഷാഫിക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് ഫേസ്ബുക്കിലൂടെ ഷഹനാസ് വെളിപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്ന സമയത്ത് ഷാഫി പറമ്പിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യം സൂചിപ്പിച്ചപ്പോൾ പുച്ഛമായിരുന്നു മറുപടിയെന്നുമായിരുന്നു ഷഹനാസ് പറഞ്ഞത്. മാത്രമല്ല, ഷഹനാസ് പരാതി പറയവേ പ്രതികരിച്ചത് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച് ആ പെണ്ണിനൊപ്പം മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് താൻ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇരകൾക്കൊപ്പമാണ് താനെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാർ തന്നെ ചോദ്യം ചെയ്തു. സഖാത്തിയായ സുഹൃത്തിനെ സംരക്ഷിക്കാനല്ലേ എന്ന് ചോദിച്ചു. തന്റെ പക്ഷം എന്നും സ്ത്രീപക്ഷം തന്നെയാണ്. അത് നിങ്ങൾ ചുറ്റിനും കൂടി നിന്ന് തന്നെ ആക്രമിച്ചാൽ പോലും അതെന്നും സ്ത്രീപക്ഷം തന്നെയാണെന്നും ഷഹനാസ് പറയുകയുണ്ടായി. എന്തായാലും ഇത്തരത്തിൽ ആദ്യത്തെ പരാതിക്കാരി വന്നപ്പോൾ തന്നെ അവർക്ക് രാഹുലിനെതിരെ പരാതിപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് താനെന്ന് ഷഹനാസ് പറയുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറയുന്നു, ഈ ആദ്യ പരാതിക്കാർ വന്നപ്പോൾ തന്നെ നീ കേസ് കൊടുക്കണം അവർക്കെതിരെ എന്ന് ഉപദേശിച്ച വ്യക്തിയാണ് ഷഹനാസ് എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഷഹനാസിനെ താൻ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടതെങ്കിൽ പോലും ഷഹനാസിന്റെ ആരോപണങ്ങൾ തന്നെ വളരെയധികം ഞെട്ടിച്ചുവെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നു. തീർച്ചയായിട്ടും ചാറ്റുകൾ, അതായത് മറുപടികളൊക്കെ പുറത്തുവിടാൻ താൻ തയ്യാറാണ് എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേസമയം ഷഹനാസ് വലിയ രീതിയിലുള്ള ഒരു നടപടികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് പിന്നാലെ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെ വിമർശിച്ചതിന് പിന്നാലെ MA ഷഹനാസിനെ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. KPCC സംസ്കാര സാഹിതി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു ഷഹനാസിനെ പുറത്താക്കിയത്. നിലവിൽ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷഹനാസ്. എന്തായാലും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഷഹനാസിനെ പുറത്താക്കിയ നോട്ടിഫിക്കേഷൻ വരികയായിരുന്നു. എന്തായാലും ഷഹനാസിനെതിരെയും ഹണി ഭാസ്കറിനെതിരെയും റിനി ആൻഡ് ജോർജിനെതിരെയും കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ ആഞ്ഞടിക്കുകയുണ്ടായി. എന്തായാലും അവരോടുള്ള തൻ്റെ മുന്നിൽ ഇപ്പോൾ അവരുമായി സംസാരിച്ച ചാറ്റുകൾ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ തൻ്റെ മുന്നിൽ തെളിവായിട്ടുള്ളൂ എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.